எங்கள் ஊருக்காரங்களுக்கு எல்லாருக்கும் ஒரு நல்லவர்னு எங்களுக்கு தெரியும். வெளி ഒരു കാലത്ത് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും കർണാടകയുടെയും അല്ല ഇന്ത്യയുടെ മൊത്തം പേടി സ്വപ്നമായ വീരപ്പൻ്റെ ശവകുടീരം കാണാനാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കന്യാകുമാരിയിൽ നിന്ന് ഇവിടം വരെ, ഈ സ്ഥലപ്പേര് എന്ന് പറയുന്നത് മാട്ടൂർ ഡാമിൻ്റെ അടുത്താണ് കേട്ടോ, ഇവിടം വരെ നമ്മൾ വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നമ്മളിന്ന് വീരപ്പൻ്റെ ശവകുടീരം കാണാൻ വന്നിരിക്കുകയാണ്. തൊട്ടപ്പുറത്താണ്, നമുക്ക് നേരെ അവിടെ പോയി കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ടോ, ഇത് ഈ മാട്ടൂർ ഡാമിൻ്റെ റിസർവോയർ ആണെന്ന് തോന്നുന്നു. അവിടെ കാവേരി റിവറാണത്. ഇവിടെ കുറച്ച് കൃഷിയിടങ്ങളെ കൊണ്ട് ബാക്കിയെല്ലാം വെളിപ്രദേശമാണ്. നമുക്ക് വീരപ്പൻ്റെ ശവകുടീരം പോയി കാണാം. അത് കഴിഞ്ഞിട്ട് നേരെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊന്ന് കാണാം കേട്ടോ. ഒരു കാലത്ത് തമിഴ്നാടിനും കർണാടകയാണ് ഏറ്റവും കൂടുതൽ പേടിപ്പിച്ചിരുന്ന, ഗവൺമെൻറ്റിനെ പേടിപ്പിച്ചിരുന്ന ഒരാളാണ് വീരപ്പൻ. വീരപ്പനെ കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഈ സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ വെബ് സീരീസ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ആ വീരപ്പൻ്റെ ശവകുടീരം കാണാനാണ് പോകുന്നത്. കുറേ പേര് അദ്ദേഹത്തെ വീരപുരുഷനായിട്ട് കാണുന്നവരുണ്ട്, അതേപോലെ തന്നെ ദൈവത്തെ പോലെ കാണുന്നവരും ഒരുപാട് പേരുണ്ട്. എന്തായാലും നമുക്ക് നേരെ ശവകുടീരം കാണാൻ പോകാം. ഓക്കെ, ഇവിടെയാണ് വീരപ്പനെ അടക്കിയിരിക്കുന്നത്. ഇത് വീരപ്പൻ്റെ ഇത് തമിഴ്നാട്ടിലെ നാടൻ പട്ടിയാണ് കേട്ടോ, തമിഴ്നാട്ടിൽ മാത്രമുള്ള ഒരു നാടൻ പട്ടിയാണ്. നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ഇവിടെ അടുത്താണ്. ഇവിടെ ഒരുപാട് സഞ്ചാരികളൊക്കെ വരാറുണ്ട് കേട്ടോ, ഇത് കാണാൻ വേണ്ടി മാത്രം. അവിടെ ഫോട്ടോസൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കിലോമീറ്ററുകൾ താണ്ടി അവിടെ എത്തിയിരിക്കുകയാണ്. അവിടെ കുറേ പേര് വീരപ്പനെ കുറിച്ചുള്ള സംസാരമാണ് കേട്ടോ. നേരെ വീരപ്പൻ്റെ ശവകുടീരം കാണാൻ പോവാം. അണ്ണ ഇത് തന്നെ വീരപ്പൻ. ഇതൊക്കെ ആര് അനുയായികളാ? ഇത് പയ്യനെ, അത് വൈഫ്, അണ്ണൻ. ഓ, ഇത് അണ്ണൻ, അത് വൈഫ്, ഇത് വീരപ്പനെ. ഇവിടെ പൂജ പണിருக்கு, പൂജ ഒരാളിരിക്കും അല്ലേ? ആ, കോവിൽ മാതിരിയാ, കോവിൽ മാതിരി. ഓക്കെ, പൂജിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഇവിടെ പോവാമോ? താങ്ക് യു. അവിടെ വീരപ്പൻ്റെ ചർച്ചകളാണ്. ഞാൻ വീരപ്പൻ്റെ ശവകുടീരം. ഇവിടെ എന്നും പൂജ ഇരിക്കും. ഊര് പേര് இந்த ഊருக்கு മൂളക്കാട്. ആ, ഇവിടെ ഇഷ്ടംപോലെ സഞ്ചാരികൾ വരുന്നുണ്ട് കേട്ടോ, വീരപ്പൻ്റെ കുടീരം കാണാൻ. കണ്ടാണ്, തമിഴ്നാട്ടിൽ നിന്ന് തന്നെ വരുന്നുണ്ട്, വേറെ ആൾക്കാർ വരുന്നുണ്ട്. ഇത് കോവൽ മാതിരി ഇതാണ്, ഞാൻ പറഞ്ഞില്ലേ, ദൈവത്തെ പോലെ കാണുന്നവരുണ്ട്, വീരപുരുഷനായിട്ട് കാണുന്നുണ്ട്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കണ്ട അവർ സംസാരിക്കുകയാണ്. കുറേ പേര് അനുകൂലിക്കുന്നു, കുറേ പേര് എതിർക്കുന്നു, മിക്കവാറും അടി നടക്കും അവിടെ കേട്ടോ. ഇത് കാണാൻ വന്ന എങ്ക ഊരുങ്ങ കേട്ടോ. அமௌண்ட்ரா அது. பேசுங்க அண்ணா இங்க வேட்டி வேணா. பேசுங்க. என் பேர் சூர்யா, குணா, கார்த்திக், வேல்ராஜ், சதீஷ். நான் பெங்களூர்லேருந்து வந்திருக்கேன். சொந்த ஊர் மேட்டூர் தான். போய் ஒரு 10 வருஷம் ஆயிடுச்சு. லீவில் மட்டும் வந்துட்டு போவேன். அந்த C5 வந்து டாக்குமெண்ட்ரி பார்த்துட்டு வீரப்பன் சமாதி வந்து பார்த்துட்டு போகலாம் அப்படின்னு சொல்லி வந்திருக்கோம். வழி காமிச்சது இவர் தான். ஓகே, நான் தான் வழி காமிச்சேன். பேர் சொல்லண்ணா. என் பேர் குணாங்க. இவங்க வந்து சொந்தக்காரங்க ஓகேங்களா, வீரப்பன் சொந்தக்காரங்க. நாங்கள் வந்து நாங்களும் மேட்டூர் தான் பூர்வீகம். சின்ன வயசுலேருந்து நிறைய சொல்லி வளர்த்திருக்காங்க வீரப்பன். அண்ணன் ஊர் இதுதான். நாங்கள் எல்லாரும் ஒரே ஊர். நாங்கள் எல்லாரும் வீரப்பனோட ஸ்டோரியை கேட்டு தான் வளர்ந்துருக்கோம்.
எங்களுக்கு முழுசாக எங்கள் நிறைய பேருக்கு வீரப்பனை எங்களை கெட்டவனாகவே காட்டி வளர்த்திட்டாங்க. இங்கே ஒருக்கா வீரபுருஷனா, ஆனால் அவர் நல்லவர்னு எங்களுக்கு சின்ன வயசுலேயே தெரியும். எங்கள் ஊருக்காரங்களுக்கு எல்லாருக்கும் அவர் நல்லவர்னு எங்களுக்கு தெரியும். வெளியே இடத்துல எல்லாருக்கும் அவங்கள எப்படி காட்டிட்டாங்க, கெட்டவங்களா காட்டிட்டாங்க. அதை வந்து இப்போ Zee5 சேனல் வந்து அவர் வந்து கெட்டவர் இல்லை நல்லவராக வந்து காட்டிகிட்டு இருக்காங்க. அதை வந்து நாங்கள் என்ன பண்ணிகிட்ருக்கோன்னா, சரி இப்படி ஒரு நம்மளால் இப்படி காட்டிகிட்டு இருக்கும்போது நம்ம அந்த இடத்துக்கு போனால் நல்லா இருக்காதுன்னு தான் நாங்கள் வெளியூரில் இருக்கோம். நாங்கள் எல்லோரும் லோக்கலில் இருக்கிறவர் இவர் தான் சொந்தக்காரர். நாங்கள் வந்து சொன்னோம், நம்ம இது மாதிரி ஒரு இடத்துக்கு இங்கே போகலாம், நாங்கள் வந்து பார்த்து ரொம்ப நாள் ஆச்சு அப்படின்னு சொன்னோன்னே கூட்டிகிட்டு வந்தவர் இவர் தான். எங்கள் ஃப்ரெண்டு குணசேகரன் எங்களுக்கு எல்லா விதத்துலையும் ஹெல்ப்பாக இருந்தவர். അണ്ണൻ ക്യാമറയ്ക്ക് മുമ്പിൽ പേശത്തില്ല, സംസാരിക്കത്തില്ല. ഇതൊക്കെ കാണാൻ വന്നാണ്. ഇപ്പൊ പേരൊക്കെ പറഞ്ഞില്ലേ, ഇവരെ C5 ഡോക്യുമെന്ററി അത് കണ്ടതിന് ശേഷമാണ് ഇപ്പോൾ കൂടുതൽ പേരും വീരപ്പനെ കുറിച്ച് അറിയുന്നത്. ഓക്കെ இல்லை நீங்கள் என்னென்ன பண்ணுறீங்கன்னு சொல்லுங்கள் அவர்கிட்ட. நான் என்ன கூட்டி சுத்தம் பண்ணி இருங்க அவர்கிட்ட சொல்லுங்கள். கூட்டி சுத்தம் பண்ணிட்டு கல்புரம் பற்றி ஜாயின் பண்ணிட்டு இருக்கிறேன். அவர் தான் அங்கே பார்த்து சொல்லுங்கள். அவர் தான் பார்க்குறேன். இதை பார்த்துட்டு நேராக பார்த்து சொல்லுங்கள். அண்ணா பேர் சொல்லுங்க. என் பேர் சின்ன தம்பி. இதெல்லாம் சுத்தமாக கூட்டி சுத்தமாக வச்சுக்கிட்டு கல்புரம் பற்றி வச்சு வாங்கி படிச்சுட்டு இருக்கிறேன். அவர் தான், வேறு ஒன்றும் இல்லை. அவரை பற்றி நீங்கள் பேசுறது விரும்புகிறீங்களா? சொல்லுண்டு என்ன பேச ഇവരാണ് ഇവിടെ എല്ലാം നോക്കുന്നത് കേട്ടോ. அவர் யாரு இவர் யாரு அதுன்னு சொல்லுங்க. അണ്ണൻ പയ്യൻ അണ്ണൻ പയ്യൻ താ. ഓ അത് അണ്ണൻ പേര് അണ്ണൻ്റെ മകനാണ്, സ്വന്തം മകനായിട്ടില്ല. ഇത് ജ്യേഷ്ഠൻ്റെ ഭാര്യ. ഓക്കെ. ആ டெய்லி இங்கே தான் பார்த்துட்டு இருப்பீங்களா? நீங்கள் பார்த்தீங்களா? അത് ഡെയിലി വരുങ്ക. കൂട്ടി പാച്ചിട്ട് ഓ, നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. വീരപ്പനെ കുറിച്ചിട്ടുള്ള കുറേ ആനകളെ കൊന്നെന്നും കൊമ്പുകളെടുത്തെന്നും പിന്നെ തെലുങ്ക് കന്നഡ നടനെയൊക്കെ തട്ടിക്കൊണ്ട് പോയിട്ടില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും കണ്ട് ഇവിടെ സ്ഥിരം എല്ലാ ദിവസവും പൂജ നടക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ വരാം. ഇവിടെ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കുക, അല്ലെങ്കിൽ വീരപ്പൻ മെമ്മോറിയലിന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. പാലക്കാടിൻ്റെ ഒക്കെ അടുത്താണ്. പാലക്കാട് നിന്ന് 100-200 കിലോമീറ്ററിൻ്റെ അടുത്തേ വരൂ. ഇതാണ് ഇവിടെ തമിഴ്നാട്ടിൻ്റെ ഒരു നാടൻ പട്ടി എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലൊന്നുമില്ല, തമിഴ്നാട്ടിന് മാത്രമുള്ളൊരു പട്ടിയാണ്. ഭയങ്കര രസമാണ്, നല്ല കാലിനൊക്കെ നല്ല നീളമാണ്. അങ്ങനെ നമ്മൾ വീരപ്പൻ്റെ അവിടെ നിന്ന് വിട പറയാണ് കണ്ടോ. ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം വീരപ്പനെ കാണാൻ വരുന്നവരാണ്. ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് മാറും. C5 ഡോക്യുമെൻ്ററി ഒന്നുമില്ല, അതിന് ശേഷമാണ് കൂടുതൽ പേരും കാണുന്നത്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ വീരപ്പൻ്റെ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞില്ലേ നമുക്ക് ഇവിടെ വന്ന് ഇങ്ങോട്ട് വരണമെന്ന്. ഓക്കെ, എൻ്റെ പൊന്നൊളിയോ, എന്നതാ ഇത്? അയ്യോ, ഓ, ഇവിടെ ഇവിടെ ഒരു വീട് വെക്കണം അല്ലേ, ഈ പാറയുടെ മണ്ടിൽ ഇവിടെ ഒരു വീട്, അല്ലെങ്കിൽ ഒരു ടെൻ്റ് അടിച്ചാലും മതി. എന്നിട്ട് ഇന്നും രാവിലെ ഈ കാഴ്ച. ഇതെന്തൊക്കെയോ കൃഷിയാണ് കേട്ടോ, മുളക് കൃഷിയാണ് കേട്ടോ. ഇവിടെ എല്ലാം മുളക് കൃഷിയാണ്. പച്ചമുളകാണ് ഇത് പച്ചമുളകല്ല കേട്ടോ. ഇത് എന്തിനാണ് എന്തോ. എന്തായാലും ഇവിടുത്തെ കാഴ്ച നിങ്ങൾ നോക്കി. ഇത് എന്താണിത്? എൻ്റെ പൊന്നളിയാ. ഓ മോനെ, ഇവിടെ സ്റ്റേ ഒക്കെ വേണമായിരുന്നല്ലേ. ഇവിടെയൊക്കെ ടെൻ്റ് അടിച്ച് താമസിക്കാൻ സൂപ്പർ വേറെ ലെവലാണ്. ടൂറിസ്റ്റ് സ്പോട്ടാക്കാൻ പറ്റിയ അടിപൊളി സ്ഥലം. അപ്പുറത്ത് കാവേരി റിവറാണ്, അതിൻ്റെ അപ്പുറത്ത് മലകൾ, കുന്നുകൾ. എന്താണെന്ന് അവരടുത്ത് ചോദിക്കാം. പടച്ചോനെ, പട്ടി എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അയ്യോ, കടിക്കാനാണോ വരുന്നത്? അതാ പേര് വയ്യാനാ? അണ്ണാ ഇത് എന്തൊരു കൃഷി അണ്ണാ? ഇത് എന്തരുതാ? ഇത് എന്നത്? കടല.
എൻ്റെ അമ്മോ എന്തോ വിഷം അടിച്ച് കയറ്റുന്നു. അവർ മാസ്ക് ഇട്ടിട്ടാ അടിക്കുന്നു കേട്ടോ. കടല് ഈ കപ്പലിൻ്റെ ആണോ? തലയിരിക്കുന്നു. ഇങ്ങോട്ട് വരണ്ടായിരുന്നു. അപ്പോ ആവോ ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ച നോക്കിയേ. അങ്ങനെ ഫ്രണ്ട്സ്, എൻ്റെ ബാക്കിൽ കണ്ട മാമലകൾക്കപ്പുറത്ത്. എങ്ങോട്ട് തിരിഞ്ഞാലും മല. എവിടെ മല? അവിടെയും മല. അങ്ങോട്ടും മല. തിരിച്ച് വന്നാലും മല. അവിടെയും മല. എല്ലായിടത്തും മല. അങ്ങനെ ഒരു പ്രത്യേക സ്ഥലമാണ് ഗൈസ് നമ്മൾ നിൽക്കുന്നത്. കണ്ടോ, എങ്ങോട്ട് തിരിഞ്ഞാലും മല. അങ്ങനെ എങ്ങോട്ട് തിരിഞ്ഞാലും മലകൾക്കിടയിൽ നിന്ന് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ ഇതിനേക്കാളും ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇന്ത്യൻ ഗവൺമെൻറ് ബാൻ ചെയ്ത ഒരു സ്ഥലമാണ്. അവിടെ പ്രവേശിക്കാൻ പാടില്ല. കാരണം എന്തെന്നറിയാമോ? അവിടെ ഒരു കുഴിച്ചാൽ അവിടുന്ന് സ്വർണം കിട്ടും, നിധി കിട്ടും. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. പണ്ടത്തെ രാജാക്കന്മാർ നിധി കുഴിച്ചിട്ട സ്ഥലമാണ്. അവിടുന്ന് നമുക്കൊരു കല്ല് പോലും എടുക്കാൻ പറ്റത്തില്ല. എടുത്താൽ ഒന്നീ നിയമ നടപടി എടുക്കും, അല്ലെങ്കിൽ അവിടെ പ്രേതമുണ്ട്. അങ്ങനെ ഒരു സ്ഥലമാണ് ഇനി നമ്മൾ അടുത്തിന് കാണാൻ പോകുന്നത്. അങ്ങനെ മാമലകൾക്കിടയിൽ നിന്നുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.